അനാഥരാക്കാൻ നോക്കിയ കുഞ്ഞുങ്ങളെ അതിനനുവദിക്കാതെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന കുറെ അമ്മമാരുണ്ടിവിടെ. അവരിൽ ഒരാൾ പോകുന്നതിന്റെ വിഷമത്തിലാണ് ഇവിടുത്തെ കുഞ്ഞുമക്കളും ജീവനക്കാരും. നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് അമ്മയാകാൻ പ്രസവിക്കണമെന്നില്ലെന്ന്. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 200-ലധികം കുട്ടികൾക്ക് അമ്മയാകാൻ ഭാഗ്യം ലഭിച്ചൊരു അമ്മയെന്ന് തന്നെ വിളിക്കാല്ലേ. തന്റെ 33-ാം വയസ്സിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം കൂടിയതാണ്. ഇന്നിതാ വിരമിക്കുന്ന ദിവസം എത്തിയിരിക്കുന്നു. മക്കളെ പിരിയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജയമ്മയുടെ മറുപടി ഇതായിരുന്നു. ധാരാളം മക്കളെ അമ്മയെന്ന് വിളിക്കുന്നതും അത് കേൾക്കാനുള്ള സന്തോഷവും തന്നെയാണ് മനസ്സിൽ. എത്രയോ മക്കളെ ഞാൻ വളർത്തി ഒരു നല്ല നല്ല രീതികളിൽ അവർ പോവുകയും വളരെയും തിരിച്ചു വന്ന് എന്നെ കാണുകയും ഒക്കെ ചെയ്യുന്ന സന്തോഷം തന്നെയാണ് എനിക്ക്. അനുമതി കിട്ടിയാൽ തന്റെ മക്കളെ കാണാൻ ഒരു അതിഥിയായെങ്കിലും എത്തുമെന്നമ്മ. വരും, കാണാൻ വരും. സാറിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ വന്ന് കാണാം, മക്കളെ വന്ന് കാണാം. ജയകുമാരി അമ്മ പോകുന്നതിലെ വിഷമം മറ്റു ജീവനക്കാരും പങ്കുവച്ചു. പിള്ളേരെയൊക്കെ നോക്കാൻ നല്ല ഒരിതാണ്. നമുക്ക് ഗൈഡാണ് അവർ. ചേച്ചി നിൽക്കുന്ന സെക്ഷനിലുള്ള കുട്ടികളെയൊക്കെ ഭയങ്കര കാര്യമാണ്. ഒരു വിഷമമുണ്ട് പോണതിൽ. മനസ്സിലുള്ള നന്മ കൊണ്ടാകാം അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്ത് ഈ അമ്മ കണ്ണീർ പൊഴിക്കുന്നത്. ഒരിക്കലും അവരെ ഉപേക്ഷിക്കരുത്. ഒരമ്മയും അനാഥയാവരുത്, അതേ ഉള്ളു പറയാം. അതൊരു അനാഥ തന്നെയാണ്. എന്തുണ്ടെങ്കിലും അതൊരു അനാഥ തന്നെയാണ്. അങ്ങനെ ഒരു മക്കൾക്കും അങ്ങനെ വരരുത്. അമ്മ 1000 അർത്ഥങ്ങളുള്ള ഒറ്റ വാക്കാണത്. ജയമ്മയുടെ സ്നേഹവും അതിലൊന്നല്ലേ. ഒരുപക്ഷെ ജയമ്മയുടെ താരാട്ടുപാട്ടിനായി കുഞ്ഞുമക്കൾ കാതോർക്കുന്നുണ്ടാകും. ആ ചൂടേറ്റുറങ്ങാൻ കൊതിക്കുന്നുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കൊപ്പം സൈബ ശ്യാം ചേരുന്നുണ്ട്. സൈബ, സ്വന്തം മക്കളെ പുഴയിലേക്കും മറ്റുമൊക്കെ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു പോറ്റമ്മയുടെ വിവരം നമ്മൾ അറിയുന്നത്. ആ കണ്ണുനീര് കാണുമ്പോൾ നമുക്കും വിഷമമാണ് വരുന്നത്. ആ 200ഓളം കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ജയകുമാരി അമ്മ. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു സൈബ പോയപ്പോൾ? ജയകുമാരി അല്ലെങ്കിൽ ജയമ്മ അങ്ങനെ തന്നെ വിളിക്കാം. കാരണം അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. തൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ജയമ്മ ജോലിയിൽ പ്രവേശിക്കുന്നത്. അന്നു മുതൽ അവിടെ എത്തുന്ന ഓരോ മക്കൾക്കും അമ്മയാണ്. ബന്ധം കൊണ്ട് ആരുമല്ല, പക്ഷെ അവർക്കൊക്കെ ജയമ്മ അമ്മയാണ്. അവർക്ക് വേണ്ടുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ പകർന്നു നൽകുന്ന അമ്മ. ഇന്നിപ്പോൾ ഒരു വിരമിക്കുന്ന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് കുഞ്ഞുങ്ങളെയൊക്കെ പിരിയുന്നതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ അമ്മ പൊട്ടിക്കരയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കണ്ണീരിലുണ്ട് ആ അമ്മയ്ക്ക് ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. ജയലക്ഷ്മി, എന്നെ സംബന്ധിച്ച് അമ്മമാരെന്നും ഒരു അത്ഭുതമാണ്. കാരണം സ്വന്തം ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അനേകം ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷെ അതിലേക്കാളൊക്കെ ഏറെ അത്ഭുതമായി മാറുകയാണെന്ന് ജയമ്മ.